ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. എൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, എന്താണ് ഇങ്ങനെയൊരു സിസ്റ്റം, CBCSS എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കും, അതിൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തൊക്കെ കോഴ്സസാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഓക്കെ. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇത് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ, എക്സ്ട്രാ ക്രെഡിറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ്, ക്രെഡിറ്റിന് പുറമേ വരുന്ന ഐറ്റം അല്ലേ. സോഷ്യൽ സർവീസ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ നോക്കി. CUSSP അല്ലേ, CUSSP എന്ന് പറയുന്ന പ്രോഗ്രാം. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷനെ കുറിച്ച്, CRP അല്ലെങ്കിൽ അറ്റൻഡൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കി. ദെൻ അഗെയിൻ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ നോക്കി വന്നത്. ഇപ്പോൾ നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഇവാലുവേഷൻ, ഓരോ കോഴ്സസിനെയും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇവാലുവേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലേ, CE എന്നാണ് നിങ്ങൾ പറയുക അല്ലേ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ദെൻ ടെർമിനൽ ഇവാലുവേഷൻ, PE. ക്ലിയർ. ഈ രീതിയിലൊക്കെ നമുക്ക് മാർക്ക് ഒക്കെ കിട്ടിയിട്ടാണ് നമ്മളിവിടെയൊക്കെ അഡ്മിഷനൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും UG പ്രോഗ്രാമിനും 2 തരത്തിലുള്ള ഇവാലുവേഷൻ നടക്കും. എന്തൊക്കെയാണ് ആ ഇവാലുവേഷൻ? ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ, ഇൻറ്റേർണൽ ഇവാലുവേഷൻ നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം. രണ്ടാമത്തത് ക്ലിയർ, നമ്മുടെ ടെർമിനൽ ഇവാലുവേഷൻ, ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സ്റ്റേണൽ ഇവാലുവേഷൻ, എക്സ്റ്റേണൽ എക്സാം എന്നാണ് പറയുക. ഇപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനേഷനുണ്ട്, എക്സ്റ്റേണൽ എക്സാമിനേഷനുണ്ട്. ഇത് രണ്ടിൻ്റെയും മാർക്കുകൾ കൂടി ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിഗ്രിയുടെ ഓരോരോ കോഴ്സസിൻ്റെയും മാർക്കുകളായിട്ട് വരിക. ഓക്കെ, സോ കോഴ്സ് ഇവാലുവേഷൻ, സോ ഇൻറ്റേർണൽ ഇവാലുവേഷൻ അതിൻ്റെ വെയിറ്റേജ് 20% ഓഫ് ടോട്ടൽ മാർക്കാണ്. എക്സ്റ്റേണൽ ഇവാലുവേഷൻ 80% ഓഫ് ടോട്ടൽ മാർക്കാണ്. ക്ലിയർ. അപ്പോൾ 100 മാർക്ക് വരുന്ന ഒരു സബ്ജക്റ്റ്, നോർമലി 100 ചില സബ്ജക്റ്റുകൾക്ക് 75 ഉണ്ടാവുള്ളൂ. സോ 100 മാർക്കാണ് ഒരു സബ്ജക്റ്റിൻ്റെ നോർമൽ ടോട്ടൽ. ക്ലിയർ. അപ്പോൾ അതിൽ 80 മാർക്കിനുള്ളത് തിയറി എക്സാമിനേഷൻ ആയിരിക്കും, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആയിരിക്കും. ബാക്കി 20 മാർക്ക്, 20%, 20 മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആയിട്ടാണ് വരിക. ക്ലിയർ. അപ്പോൾ ഇൻറ്റേർണൽ ഇവാലുവേഷൻ കോളേജിൽ നിന്ന് അതാത് കോഴ്സ് ടീച്ചർ പഠിപ്പിക്കുന്ന കോഴ്സ് ടീച്ചർ ചെയ്ത്, ക്ലിയർ, നമ്മുടെ കോളേജിൽ നിന്ന് നൽകുന്നതാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. ക്ലിയർ. അതല്ലാതെ വരുന്ന യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിനേഷൻ്റെ ഫലമായിട്ട് വരുന്നതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അപ്പോൾ എൻ്റെ മാർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 75 നമ്മുടെ മാർക്കെങ്കിൽ ടോട്ടൽ മാർക്ക് 75 ആയിട്ട് ചില കോഴ്സസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ കോമൺ കോഴ്സ്, അതിൻ്റെ മാർക്ക് 75. അപ്പോൾ 60 മാർക്കിനുള്ള പരീക്ഷ ഉണ്ടാവും, 15 മാർക്ക് ഇൻറ്റേർണൽ ഉണ്ടാവും. അവിടെ 15 ആണ്. 20% ഓഫ് 75 എന്ന് പറയുമ്പോൾ 15 ആണ് വരിക. അപ്പോൾ അതായിരിക്കും ഇൻറ്റേർണൽ മാർക്സ്. അതുപോലെ തന്നെ ബാക്കി 60 മാർക്ക് വിൽ ബി ദി എക്സ്റ്റേണൽ മാർക്ക്. ക്ലിയർ. എക്സ്റ്റേണൽ എക്സാമിനേഷൻ മാർക്ക്. അപ്പോൾ ഈ രീതിയിൽ എക്സ്റ്റേണൽ ഇവാലുവേഷനും ഇൻറ്റേർണൽ ഇവാലുവേഷനും രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ കോഴ്സ് ഇവാലുവേഷൻ. ദെൻ കമ്പോണൻസ് ഓഫ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആൻഡ് ഓഫ് തിയറി കോഴ്സസ്. നമ്മൾ തിയറി കോഴ്സസ് ആണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? ക്ലിയർ. സോ നമ്പർ 1 ഈസ് ടെസ്റ്റ് പേപ്പർ. 40% മാർക്കുണ്ട്. ആകെ മാർക്കിൻ്റെ അല്ല, ഇൻറ്റേർണലുള്ള മാർക്കിൻ്റെ 40%. അപ്പോൾ ആകെ നമുക്ക് ഫോർ എക്സാമ്പിൾ 20 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ക്ലിയർ, അതിൻ്റെ 40% വരുമ്പോൾ എന്ത് വരും? സോ ടെസ്റ്റ് പേപ്പർ വിൽ റാങ്ക് ഫോർ 8 മാർക്ക്. ക്ലിയർ. 20ൽ 8, അപ്പോൾ 8 മാർക്ക് കിട്ടും നമുക്ക്. ഓക്കെ, ടെസ്റ്റ് പേപ്പറിന് 40% കൂടുതൽ വെയിറ്റേജും ടെസ്റ്റ് പേപ്പറിനാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 8 മാർക്കാണ്. 20ലായിട്ട് വരുന്ന സമയത്ത് 8 മാർക്കായിട്ടായിരിക്കും വരിക. അസൈൻമെൻറ്റ്സിന് വരുന്ന സമയത്ത് 20% ഓഫ് ഇൻറ്റേർണലാണ്. അപ്പോൾ 20% ഓഫ് ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ 20 മാർക്ക് വരുന്ന സന്ദർഭത്തിൽ അത് 4 മാർക്കായിട്ട് വരും. ക്ലിയർ. അസൈൻമെൻറ്റ്സ് എന്താണ്? അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്കറിയാം അല്ലേ. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ടാസ്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും.
അത് ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ എങ്ങനെയാണോ നമ്മുടെ കോഴ്സ് ടീച്ചർ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുക. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു പേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതിന് 4 മാർക്സ് 20% ഓഫ് ഇൻ്റേണൽ വരും. സെമിനാർ നടക്കാറുണ്ട്. സെമിനാർ, ഓക്കെ, എന്താണ് സെമിനാർ എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? സ്റ്റുഡൻറ്റ് സെമിനാർസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് സെമിനാർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെമിനാർ. ഈ സ്റ്റുഡൻറ്റ് സെമിനാർസിൻ്റെ ടോപ്പിക്ക് ഇതുപോലെ കോഴ്സ് ടീച്ചേഴ്സ് തരും. അത് ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ നടത്തും. അങ്ങനെ നടത്തുന്ന സ്റ്റുഡൻറ്റ് സെമിനാർസിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, ക്ലിയർ? ഹൗ യു ആർ പെർഫോമിങ്, ഹൗ യു ആർ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്, ഹൗ യു ആർ ഓർഗനൈസിങ് യുവർ സെമിനാർ പേപ്പർ, ക്ലിയർ? അപ്പോൾ നിങ്ങളത് എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിയിട്ട് 4 മാർക്ക് തരും. ക്ലിയർ? 20% ഓഫ് ഇൻ്റേണൽ. ഓക്കെ, ദെൻ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ്. അറ്റൻഡൻസിന് നിങ്ങൾ വെറുതെ ക്ലാസ്സിലിരിക്കുന്നതിനല്ല മാർക്ക്, പിന്നെ എന്താണ് ക്ലാസ് റൂമിലുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. ക്ലാസ് റൂമിൽ ഇരിക്കുകയും ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ അറ്റൻഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ 20% ഓഫ് ഇൻ്റേണൽ, അതായത് 4 മാർക്ക്. അങ്ങനെ 8 + 4 + 4 + 4 പറയുമ്പോൾ 20 മാർക്കായി. ക്ലിയർ? ഈ രീതിയിലാണ് 20 മാർക്ക് വരുന്ന ഒരു കേസിൽ ഇൻറ്റേർണൽ മാർക്കിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരിക. ക്ലിയർ? സോ വാട്ട് ആർ ദ കമ്പോണൻറ്റ്? ടെസ്റ്റ് പേപ്പർ, അസൈൻമെൻറ്റ്സ്, സെമിനാർ, ക്ലിയർ? ദെൻ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് അറ്റൻഡൻസ്, മാർക്ക് ഫോർ അറ്റൻഡൻസ്. ക്ലിയർ? അപ്പോൾ 8, 4, 4, 4 ഈ രീതിയിലാണ് വരിക. ദെൻ കമ്പോണൻസ് ഓഫ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഫോർ പ്രാക്ടിക്കൽ കോഴ്സസ്. ഇപ്പോൾ മൈക്രോബയോളജി പോലുള്ള വിഷയങ്ങൾക്ക് അല്ലേ, BSc മൈക്രോബയോളജി സ്റ്റുഡൻസിന് അറിയാൻ പറ്റും, അവർക്ക് എന്തുണ്ടാവും, തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ കോഴ്സസ് ഉണ്ടാവും. അങ്ങനെ പ്രാക്ടിക്കൽ കോഴ്സസ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, പ്രാക്ടിക്കൽ വരുന്നതാണെങ്കിൽ അവിടെ പ്രാക്ടിക്കലിൽ നമ്മൾ എന്താ ചെയ്യുക, റെക്കോർഡ് വർക്ക് 60%, റെക്കോർഡ് വർക്ക് നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡ് തയ്യാറാക്കുന്നതിന് ആകെയുള്ള മാർക്കിൻ്റെ ഇൻറ്റേർണൽ മാർക്കിൻ്റെ 60%, ലാബ് ഇൻവോൾവ്മെൻറ്റിന് 40%. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ലാബ് ഇൻവോൾവ്മെൻറ്റ് നോക്കിയിട്ട്, അതാണ് ഇവിടെ അറ്റൻഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അത് നോക്കിയിട്ട് 40%, അതുപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ് വർക്ക് നോക്കിയിട്ട് 60% ആയിരിക്കും ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ മാർക്ക്. ക്ലിയർ? സോ ഇഫ് എ ഫ്രാക്ഷൻ അപ്പിയേഴ്സ് ഇൻ ഇൻറ്റേർണൽ മാർക്ക്, നിയറസ്റ്റ് ഹോൾ നമ്പർ ഈസ് ടു ബി ടേക്കൺ. ദ ഫ്രാക്ഷൻ നമുക്കറിയാം അല്ലേ, നമ്മൾ ഇൻറ്റേർണൽ മാർക്കൊക്കെ പെട്ടപ്പോൾ 20 മാർക്ക് നമുക്ക് 18.6 കിട്ടി, 18.6 അല്ലേ? ഇപ്പോൾ 18.6 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിനെ പോയിന്റ് ആയിട്ട് തന്നെ എടുക്കില്ല, പകരം എന്ത് ചെയ്യണം, ഇറ്റ് വിൽ ബി റൗണ്ടഡ് ടു 19. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇത് ഉപയോഗിച്ച് ചെയ്യുക. അതുപോലെ തന്നെ 18.4 ആണെന്ന് വിചാരിക്കുക, അപ്പം നമ്മൾ എന്ത് ചെയ്യും, 18 ആക്കി മാറും. Clear? So this is what approximation. Clear? അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ മാർക്ക് വരുന്ന സമയത്ത് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ നിയറസ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. ദെൻ ഫോർ ദി ടെസ്റ്റ് പേപ്പർ മാർക്സ്, ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 1 ടെസ്റ്റ് പേപ്പർ ഷുഡ് ബി കണ്ടക്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ മിനിമം ഒരു ടെസ്റ്റെങ്കിലും ഉണ്ടാവും. പിന്നെ കോഴ്സ് ടീച്ചറുടെ ഡിസ്ക്രിപ്ഷനാണ് എത്ര ടെസ്റ്റ് നടത്തണം എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഒന്നിനേക്കാളും കൂടുതൽ ടെസ്റ്റ് വേണമെങ്കിൽ നടത്തും. ക്ലിയർ? സോ ഇഫ് മോർ ദാൻ 1 ടെസ്റ്റ് പേപ്പേഴ്സ് ആർ കണ്ടക്റ്റഡ്, then the marks of the best one should be taken. ക്ലിയർ? അപ്പോൾ 2 or 3 ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ടെസ്റ്റിൻ്റെ മാർക്ക് എന്തിനായിട്ട് എടുക്കാം, ഇൻറ്റേർണൽ മാർക്കായിട്ട് നമുക്ക് അല്ലേ 40% മാർക്ക് ടെസ്റ്റ് പേപ്പറിനാണ് ഉള്ളത് അല്ലേ, നമ്മൾ നേരത്തെ കമ്പോണൻസ് പറയുമ്പോൾ പറഞ്ഞു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഈ ടെസ്റ്റ് പേപ്പറിൻ്റെ 40% മാർക്ക് 8 മാർക്ക് എങ്ങനെ തരണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ? അതിന് ഒരു ടെസ്റ്റെങ്കിലും നടത്തും, ക്ലാസ് ടെസ്റ്റെങ്കിലും നടത്തും. ആ നടത്തിയിരിക്കുന്ന ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഈ മാർക്ക് അവാർഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ആ കുട്ടി പെർഫോം ചെയ്തിരിക്കുന്ന ടെസ്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇൻറ്റേർണലിൻ്റെ ഈ മാർക്ക് ഇടുക. ഓക്കെ, ദെൻ to ensure transparency, the internal assessment marks awarded shall be notified in the notice board. Clear? ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും ക്ലിയർ ആ സെമിസ്റ്ററിനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുടെ ഇൻറ്റേർണൽ മാർക്കുകൾ അതാത് കോഴ്സ് ടീച്ചർ തയ്യാറാക്കും. ക്ലിയർ? അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഇൻറ്റേർണൽ മാർക്ക് നിങ്ങളോട് സൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളടുത്ത് തരും, കുട്ടികളെ അറിയിക്കും, ഇൻഫോം ചെയ്യും.
എങ്ങനെ ഇൻഫോം ചെയ്യും? ഇത് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇടയിലൂടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സർക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടു എന്ന് അറിയാൻ വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? മാർക്ക് തയ്യാറാക്കിയ ശേഷം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ബോർഡിലോ കോളേജിൻ്റെ നോട്ടീസ് ബോർഡിലോ അത് പബ്ലിഷ് ചെയ്യും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇതാണ് ഒരു ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മെക്കാനിസം. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും അറിയാം ഓരോരോ കമ്പോണൻ്റ് എന്താണ്, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. സോ there shall not be any chance of improvement for internal mark. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്റേണൽ മാർക്കിന് എന്തില്ല? there is no chance for making improvement exam. ക്ലിയർ? അടുത്തൊരു വർഷം കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക അങ്ങനെ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്റേണൽ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ കോഴ്സ് ടീച്ചറുമായി ബന്ധപ്പെടുക. ക്ലിയർ? ഒരു പരാതി അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു മെമ്മോറാണ്ടം, ഒരു റിക്വസ്റ്റ്. ക്ലിയർ? നമ്മൾ ജെന്യുവനായിട്ടുള്ള റീസൺസ് ആണെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു പരാതി നൽകാം അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ നൽകാം. അപ്പോൾ കോഴ്സ് ടീച്ചർ എന്ത് ചെയ്യും? അത് പരിഗണിക്കും. ഓക്കെ, പരിഗണിച്ച് നിങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തു തരാം. അതല്ല, നിങ്ങൾ ഏതെങ്കിലും ചിലപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെയാണ്, സെമിനാർ പ്രസൻറ്റ് ചെയ്യാതെയാണ് ഒക്കെ മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യുക? കോഴ്സ് ടീച്ചർ റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങളുടെ മാർക്ക് കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഴ്സ് ടീച്ചർ നോട്ടീസ് ബോർഡിൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1, 2, 3 ദിവസം നമുക്ക് സമയം ഉണ്ടാവും. അത്രയും സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക? പരാതി ഉന്നയിക്കുക, പരാതിയോ റെപ്രസെൻറ്റേഷനോ റിക്വസ്റ്റോ തയ്യാറാക്കി നൽകി ആവശ്യമായുള്ള കംപ്ലയൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും. ക്ലിയർ? ഇതാണ് ഒരു വഴി. അതിന് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ മെഷേഴ്സ് എന്നാണ് അല്ലെങ്കിൽ മെക്കാനിസം എന്നാണ് പറയുക. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാം CUCB CSS അനുസരിച്ചിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. ക്ലിയർ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരിക, ആരുടെടുത്തൊക്കെ കൊടുക്കണം. ഓക്കെ, നമുക്ക് പിന്നീട് അത് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ആണ് വരുന്നത്. ഇൻറ്റേർണൽ മാർക്കിന് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ കോഴ്സ് ഇവാലുവേഷൻ്റെ ഒരു സ്ലൈഡ് നമ്മൾ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് ഓരോന്നിൻ്റെയും സ്പ്ലിറ്റപ്പിനെ കുറിച്ച് നോക്കാം. നമ്മൾ കമ്പോണൻസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു അല്ലേ? ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, സെമിനാർ ഉണ്ട് അല്ലേ? അതുപോലെ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വരുന്ന കമ്പോണൻസ് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും മാർക്കുകൾ ഇടുക? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, നമുക്ക് 2 തരത്തിലുള്ള പേപ്പേഴ്സ് ഉണ്ടാവും, കോഴ്സസ് ഉണ്ടാവും നമ്മുടെ പരീക്ഷയ്ക്ക് അല്ലേ? ഒന്ന് 100 മാർക്കിൽ വരുന്ന പരീക്ഷ, പിന്നെയോ 75 മാർക്കിൽ വരുന്ന പരീക്ഷ. അപ്പോൾ 100 മാർക്കിൻ്റെ 20% ഉണ്ട്. അപ്പോൾ 20 മാർക്ക് വരും. 75 മാർക്കിൻ്റെ പേപ്പറാണെങ്കിലോ ടോട്ടൽ വരുന്നത് അവിടെ നമുക്ക് 15 മാർക്കായിരിക്കും ഇൻറ്റേർണൽ എക്സാമിനേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പ്ലിറ്റപ്പാണ് ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ക്ലിയർ? എന്താ കാണുന്നത് നോക്കൂ? റേഞ്ച് ഓഫ് മാർക്ക് ഇൻ ടെസ്റ്റ് പേപ്പേഴ്സ്, അതാണ് ആദ്യത്തെ കോളം. ദെൻ ഔട്ട് ഓഫ് 8, ദാറ്റ് ഈസ് മാക്സിമം മാർക്ക് 20 ആയിട്ട് വരുന്ന കേസിൽ 8 മാർക്കാണ് പരമാവധി കിട്ടുക. അതിൽ എങ്ങനെയാണ് മാർക്ക് കൊടുക്കുക? അതുപോലെ തന്നെ 15 മാർക്കാണ് പരമാവധി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിൽ അതിൽ നമുക്ക് എത്രയും മാർക്ക് കൊടുക്കാൻ പറ്റൂ? അതിൻ്റെ 40%, 15ൻ്റെ 40% പറഞ്ഞാൽ വരും 6 മാർക്കാണ് പരമാവധി കൊടുക്കുക. ഈ മാർക്ക് എങ്ങനെ അവാർഡ് ചെയ്യും? അപ്പം അതുകൊണ്ട് ഞാൻ താഴത്തുനിന്ന് വരികയാണ് കേട്ടോ. താഴത്തുനിന്ന് ഈ സ്ലൈഡിൻ്റെ താഴത്തുനിന്നാണ് വരുന്നത്. 85 to 100% ഉണ്ടെങ്കിൽ 80% മുതൽ 85% മുതൽ 100% വരെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി. അപ്പോൾ അതിൽ നമ്മൾ സ്കോർ നിശ്ചയിച്ചു. ആ സ്കോറിൻ്റെ 85 to 100% വരുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 8 ആണെങ്കിൽ 8, 6 ആണെങ്കിൽ 6. ക്ലിയർ? ചില കുട്ടികൾക്ക് 65%-നും 85%-നും ഇടയിലായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 6 മാർക്ക്. ക്ലിയർ? ദെൻ ഇവിടെ ആണെങ്കിലോ 15 മാർക്ക് മാക്സിമം വരുന്നതാണെങ്കിൽ ഇവിടെ 5 മാർക്കായിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ 55% to 65% മാർക്കാണ് സ്കോർ ചെയ്തതെങ്കിലോ 4 മാർക്കാണ് രണ്ടിലും കിട്ടുക. ക്ലിയർ? ദെൻ 45% to 55% വരുന്നതാണെങ്കിലോ 3 മാർക്കായിരിക്കും രണ്ടിലും കിട്ടുക. ക്ലിയർ? അതുപോലെ 35% മുതൽ 45% വരെ വരുന്നതാണെങ്കിലോ 35% ക്ലിയർ പാസ് മാർക്ക്. ഓക്കെ, അപ്പോൾ അത് വരികയാണെങ്കിൽ നമുക്ക് 2 മാർക്ക് വീതം കിട്ടും. ക്ലിയർ? 2 മാർക്കാണ് അതിൻ്റെ മാർക്ക്. ക്ലിയർ? ദെൻ ലെസ് ദാൻ 35% വരികയാണെങ്കിൽ അതിൽ അല്ലേ നമ്മൾ ഫെയിലായി പോയി എന്നർത്ഥം. അപ്പോൾ 1 മാർക്കേ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി നിങ്ങളുടെ കോഴ്സ് ടീച്ചർ എന്ത് ചെയ്യും?
അതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റി നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എത്രയാണോ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് പരമാവധി 8-ൽ എത്ര കൊടുക്കണം, അല്ലെങ്കിൽ 6 ആണെങ്കിൽ 6-ൽ എത്ര കൊടുക്കണമെന്ന് നിശ്ചയിക്കും. ക്ലിയർ? ഇങ്ങനെയാണ് ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്കുകൾ നമ്മൾ അസൈൻ ചെയ്യുക. ഓക്കെ. ദെൻ അറ്റൻഡൻസിൻ്റെ അല്ലേ, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അറ്റൻഡൻസിൻ്റെ മാർക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ക്ലിയർ? സോ റേഞ്ച് ഓഫ് CRP ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? നിങ്ങളുടെ അറ്റൻഡൻസ് അല്ലേ 50% അതിൽ അല്ലേ അതിനേക്കാളും കുറച്ച് കൂടിയിട്ടുണ്ട്. ക്ലിയർ? 75% പക്ഷെ കുറവാണ് എങ്കിൽ, ക്ലിയർ? സോ ബിറ്റ്വീൻ 50% ആൻഡ് 75% ആണെങ്കിൽ 1 മാർക്കേ കിട്ടുള്ളൂ. ക്ലിയർ? നിങ്ങൾ ഏത് സ്റ്റേജ് ആണെങ്കിലും 75% കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 1 മാർക്കേ അറ്റൻഡൻസിന് കിട്ടുള്ളൂ രണ്ടിലും. ഓക്കെ. ദെൻ 75 മുതൽ 85% വരെ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് 2 മാർക്ക്. ക്ലിയർ? 85% അതിൽ കൂടുതലാണെങ്കിൽ എന്ത് കിട്ടും? അത് 4 മാർക്കായിരിക്കും. 20 മാർക്കിൻ്റെ കേസസിൽ വരുമ്പോൾ 4 മാർക്കും, അതുപോലെ 15 മാർക്കിൻ്റെ കേസ് വരുമ്പോൾ 3 മാർക്കും ആയിരിക്കും വരിക. ക്ലിയർ? അതുകൊണ്ട് എന്തിനു ട്രൈ ചെയ്യണം? ഓൾ ഷുഡ് ട്രൈ ഫോർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 85% ഓഫ് അറ്റൻഡൻസ്. ക്ലിയർ? അത് നമുക്ക് സാധ്യമാണ്. അപ്പോഴും 15% നമുക്ക് ലീവ് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ ലീവോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാലും 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 85% അതിനേക്കാളും കൂടുതലോ ഉണ്ടെങ്കിൽ ആൻഡ് എബവ് ആണ്. ക്ലിയർ? അപ്പോൾ 85 അതിനേക്കാളും കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് അറ്റൻഡൻസിൻ്റെ കിട്ടും. ക്ലിയർ? ക്ലാസ് റൂം പാർട്ടിസിപ്പേഷന് ഫുൾ മാർക്ക് കിട്ടും. 4 മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ. അത് കുട്ടികൾക്ക് തന്നെ വാങ്ങിക്കാവുന്ന, വെറുതെ ക്ലാസ്സിലിരുന്നാൽ മാത്രം കിട്ടുന്ന ഇൻ്റർണൽ മാർക്കാണ്. ദെൻ സ്പ്ലിറ്റ് ഓഫ് ഫോർ മാർക്ക് ഫോർ അസൈൻമെൻറ്റ്സിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ക്ലിയർ? അപ്പോൾ ഇവിടെയും നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത് അല്ലേ. എന്തൊക്കെയാണ് വരുന്നത്? 20 ദാറ്റ് ഈസ് 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ, അതുപോലെ തന്നെ 75 മാർക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ. ക്ലിയർ? അപ്പോൾ 100 മാർക്കിൻ്റെ ആണെങ്കിൽ പരമാവധി 4-ഉം 75 മാർക്കിന് തന്നെ പരമാവധി 3. ആ രീതിയിലായിരിക്കും മാക്സിമം മാർക്ക് വരിക. അതിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? അതാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ആദ്യം എന്ത് നോക്കാം? ഈ 4 മാർക്ക് കിട്ടുന്ന, ക്ലിയർ? ദാറ്റ് ഈസ് 100 മാർക്കിൻ്റെ ഒരു പേപ്പറിനെ കുറിച്ച് നോക്കാം. ക്ലിയർ? അതിൽ 4 മാർക്കാണ് നമുക്ക് ഇതിനു വേണ്ടി കൊടുക്കുന്നത്, ഇൻ്റർണൽ മാർക്ക്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുന്നത്? സോ റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ കണ്ടന്റ്. ക്ലിയർ? നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റിൽ നമ്മൾ എന്തുമാത്രം റിസോഴ്സ്ഫുൾ അല്ലേ, ഒരു ടോപ്പിക്കായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ റെഫറൻസ്, നിങ്ങൾ ഒരു ടോപ്പിക്ക് കിട്ടി, ലൈബ്രറിയിൽ പോയി ടെക്സ്റ്റുകളൊക്കെ നോക്കി, ജേർണൽസ് നോക്കി, മാഗസിൻസ് നോക്കി, അങ്ങനെ കുറേ റെഫറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടന്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ റിസോഴ്സ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. നിങ്ങൾ റിസോഴ്സ്ഫുൾനെസ് കുറയും, അതുപോലെ തന്നെ റെഫറൻസ് കുറയുമ്പോൾ ഇതിൻ്റെ മാർക്കും 0.5, 0.6 അല്ലെങ്കിൽ 0.8 ഇങ്ങനെയായിട്ട് കുറയും. ഓക്കെ. ദെൻ ടൈംലിനെസ് ഓഫ് സബ്മിഷൻ. കറക്റ്റ് ടൈമിന്, പറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ആ സമയം പറഞ്ഞാൽ ആ സമയത്ത് കൊണ്ടുപോകല്ല, അതിന് മുമ്പായിട്ടോ അല്ലേ, പറഞ്ഞ ഡേറ്റിൽ തന്നെയോ അല്ലെങ്കിൽ നിശ്ചയിച്ച സമയത്തിൽ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടും. ക്ലിയർ? ദെൻ ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. നമ്മളൊരു അസൈൻമെൻറ്റ് നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു? ഒരു പേപ്പർ തയ്യാറാക്കി, അല്ലെ ഇൻട്രഡക്ഷൻ വെച്ചു, നല്ലൊരു ബോഡി ഉണ്ടാക്കി, അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വെച്ചു, റെഫറൻസ് വെച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രസൻറ്റേഷൻ നന്നായിരിക്കും അല്ലേ. ആ രീതിയിൽ കണ്ടന്റ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു സീക്വൻഷ്യലായിട്ട് ലോജിക്കൽ ഓർഡറിൽ കൊണ്ടുവന്ന് പ്രസൻറ്റേഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ദെൻ അസൈൻമെൻറ്റ് പേപ്പർ എഴുതി അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് 4 മാർക്ക് നമുക്ക് കിട്ടുക. ക്ലിയർ? അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ? വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് 4 മാർക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. അത് ഇനി 75 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ കോഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഈ റിസോഴ്സ്ഫുൾനെസ് നമ്മൾ 0.5 മാർക്കേ വരുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ ടൈംലിനെസ്സിന് 1 മാർക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷന് 0.5 മാർക്കേ വരുള്ളൂ. അതുപോലെ നമ്മുടെ പേപ്പറിന് അസൈൻമെൻറ്റ് പേപ്പർ തയ്യാറാക്കുന്ന 1 മാർക്ക്, അങ്ങനെ 3 മാർക്കായിരിക്കും ടോട്ടൽ വരിക മാക്സിമം. ക്ലിയർ? ഇതിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കുറവ് വരാം. ഓക്കെ. ദെൻ സ്പ്ലിറ്റ് അപ്പ് ഓഫ് മാർക്ക് ഫോർ സെമിനാർ. സെമിനാറിൻ്റെ മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ്? ക്ലിയർ?
ഇപ്പോൾ സെമിനാർ വേറൊരു കമ്പോണൻ്റ് ആണ് അല്ലേ, നമ്മൾ 4 മാർക്കും 3 മാർക്കും പരമാവധി നമുക്ക് കിട്ടാവുന്നതാണ് ഇത്. ക്ലിയർ? അപ്പോൾ ഈ സെമിനാർ 100 മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ, കോഴ്സ് ആണെങ്കിൽ നമുക്ക് 4 മാർക്കാണ് പരമാവധി സെമിനാറിനായിട്ട് വരിക. അതെങ്ങനെയാണ് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കാം. ക്ലിയർ? സോ നമ്പർ 1, അതിൻ്റെ ഒന്നാമത്തെ കമ്പോണൻറ്റ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദി കണ്ടന്റ് ഓർ റെഫറൻസ്. ഒരു സെമിനാറിന് വേണ്ടി നമ്മൾ നന്നായിട്ട് റിസോഴ്സ്ഫുൾ ആയിട്ട് അല്ലേ റെഫറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ 1 മാർക്ക്. ക്ലിയർ? ദെൻ പ്രിപ്പറേഷൻ ആൻഡ് ടൈംലിനെസ്. ക്ലിയർ? സെമിനാറിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ബാക്ക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നോട്ടൊക്കെ തയ്യാറാക്കി, ക്ലിയർ? സ്ലൈഡുകളൊക്കെ തയ്യാറാക്കി, ഒരു PPT പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കി, ഒരു ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കി. ക്ലിയർ? ഇങ്ങനെയൊക്കെ ചെയ്ത് ടൈംലിനെസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 മാർക്ക് കൊടുക്കും. ക്ലിയർ? പ്രസൻറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഒരു ക്ലാസ് സെമിനാറാണ്, ക്ലാസ്സിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ എന്താവും, 1 മാർക്ക് കൂടെ കിട്ടും. ദെൻ സെമിനാർ പേപ്പർ അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് നമ്മൾ എഴുതി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സെമിനാറിൻ്റെ മാർക്കുകൾ അസൈൻ ചെയ്യപ്പെട്ടു. അങ്ങനെ ആകെ 4 മാർക്കാണ് ഇതിൽ വരിക. ക്ലിയർ? മറ്റുള്ള രീതിയിലാണെങ്കിൽ 75 മാർക്കിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് പരമാവധി 3 മാർക്കാണ് കിട്ടുക. അപ്പോൾ 0.5 1 0.5 1 ഈ രീതിയിൽ തന്നെയായിരിക്കും എൻ്റെ വരിക. ക്ലിയർ? സോ സെമിനാർ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. ഇന്റേണൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ക്ലാസ് ടെസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്, 40% ഓഫ് മാർക്ക് ഉണ്ട്. ക്ലിയർ? ബാക്കിയുള്ള 60% ഓഫ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള അറ്റൻഡൻസ്, സെമിനാർ, അസൈൻമെൻറ്റ്സ്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കംപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലേ, പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രം മതി. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കൂടുതൽ കിട്ടും. ദെൻ എക്സ്റ്റേണൽ ഇവാലുവേഷനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ക്ലിയർ? സോ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എങ്ങനെയാണ് വരിക? ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ ഇവാലുവേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ദർ ആർ 2 types ഓഫ് കോഴ്സസ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റ്സ്. ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്കുകളും വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ട് 2 തരത്തിലുള്ള കോഴ്സസ് ആണ് നമുക്ക് സാധാരണ ഉണ്ടാവുക പരീക്ഷയ്ക്ക്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, കോഴ്സസ് ഹാവിങ് 2 or 3 ക്രെഡിറ്റ്സ്, 2 or 3 ക്രെഡിറ്റ് അക്കാഡമിക് ക്രെഡിറ്റ് വരുന്ന കോഴ്സുകൾ. ക്ലിയർ? ആ അക്കാഡമിക് ക്രെഡിറ്റ് 2 or 3 വരുന്ന കോഴ്സുകളുടെ ഇന്റേണൽ എക്സാമിനേഷൻ്റെ മാർക്ക് പരമാവധി 15 മാർക്കായിരിക്കും. എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ മാർക്ക് പരമാവധി 60 മാർക്കായിരിക്കും. അപ്പോൾ ടോട്ടൽ മാർക്ക് വിൽ ബി 75. ക്ലിയർ? ഇതാണ് 75 മാർക്കിൻ്റെ പേപ്പേഴ്സ് നമ്മൾ പറയാൻ കാരണം. അതുകൊണ്ട് ഇവിടെ 75 മാർക്കിനുള്ള പരീക്ഷ നടക്കുന്ന ഒരു പേപ്പറാണെങ്കിൽ, ഇപ്പോൾ മൈക്രോബയോളജിയിൽ ഒരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ബയോകെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15 മാർക്കായിരിക്കും അതിൻ്റെ ഇന്റേണൽ വരിക, എക്സ്റ്റേണൽ എക്സാമിനേഷൻ 60 മാർക്കായിരിക്കും. അതുപോലെ നിങ്ങൾ കോമൺ കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുക, അപ്പോഴും എന്തായിരിക്കും 60 മാർക്കിൻ്റെ പരീക്ഷ എഴുതണം, 15 മാർക്കിന് ഇന്റേണൽ കിട്ടും. ക്ലിയർ? ഇനി അതല്ല 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ക്രെഡിറ്റ് എത്ര ഉണ്ടാവും, 4 or 5 ക്രെഡിറ്റ്സ്, 4 or 5 ക്രെഡിറ്റ് വരുന്ന കോഴ്സുകളാണ്. ഒരു കോഴ്സിൻ്റെ അക്കാഡമിക് ക്രെഡിറ്റ് 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 5 അങ്ങനെ ഇങ്ങനെ 2 വരുള്ളൂ. അപ്പോൾ 4 or 5 വരികയാണെങ്കിൽ അത് 100 മാർക്കിനുള്ള ഒരു കോഴ്സായിരിക്കും. അവിടെ 80 മാർക്കിൻ്റെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഉണ്ടാവും, 20 മാർക്കിൻ്റെ ഇന്റേണൽ ഇവാലുവേഷൻ ഉണ്ടാവും. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ BCom സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവർ പഠിക്കുന്ന ബിസിനസ് മാനേജ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ അതെന്താണ്, ഒരു 100 മാർക്കിൻ്റെ ഒരു കോഴ്സാണ്. ക്ലിയർ? കോർ കോഴ്സാണ്, അതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 80 മാർക്സിന് എന്തുണ്ടാവും, നിങ്ങൾക്ക് തിയറി എക്സാമിനേഷൻ ഉണ്ടാകും, 20 മാർക്കിന് ഇൻ്റർവ്യൂ ഉണ്ടാകും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ? ഇപ്പോൾ 2 തരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ ഇവാലുവേഷൻ്റെ 60 മാർക്കും 80 മാർക്കും ഇതിലേതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക, നമ്മൾ പരീക്ഷ എഴുതാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട്, ഇന്റേണലും എക്സ്റ്റേണലും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോട്ടൽ മാർക്കായിട്ട് നമ്മുടെ ഗ്രേഡ് കാർഡിൽ വരിക. ഓക്കെ, കോഴ്സസ് വിത്ത് 60 മാർക്സ് ഫോർ എക്സ്റ്റേണൽ എക്സാം വിൽ ഹാവ് 2 hours. 60 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് നടക്കുന്നത് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു കോഴ്സിന് 2 മണിക്കൂർ സമയമേ ഉള്ളൂ, 120 minutes ഓഫ് ഡ്യൂറേഷൻ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ പരീക്ഷ 2 മണിക്കൂർ കൊണ്ട് കഴിയും. ക്ലിയർ? അപ്പോൾ 60 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ 120 minutes, ദാറ്റ് ഈസ് 2 hours കൊണ്ട് പരീക്ഷ കഴിയും. ക്ലിയർ? ഇനി നമ്മുടെ പരീക്ഷ, യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടക്കുന്ന 80 മാർക്കിനാണെന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെയുള്ള കോഴ്സുകളുടെ എക്സാമിനേഷൻ നടക്കുമ്പോൾ, അതായത് 4 or 5 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകളുടെ എക്സാമിനേഷൻ നടക്കുമ്പോൾ 80 മാർക്കായിരിക്കും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക്. അവിടെ 2.5 hours, 2.5 മണിക്കൂറായിരിക്കും പരീക്ഷയ്ക്കുണ്ടാകുക. ക്ലിയർ? അപ്പോൾ 2.5 മണിക്കൂർ കഴിയുന്നു, ദാറ്റ് ഈസ് 150 അല്ലേ മിനിറ്റ്സ് ആയിട്ട് നമുക്ക് വരും. ക്ലിയർ? 150 minutes ഡ്യൂറേഷൻ. അപ്പോൾ 2.5
അവേഴ്സ് 1.5 മണിക്കൂർ കൊണ്ട് പരീക്ഷ കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ രീതി. ക്വസ്റ്റ്യൻ പേപ്പർ സ്കീം ഫോർ 60 മാർക്ക് എക്സാം. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നുണ്ടോ, നമ്മൾ 60 മാർക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് വിചാരിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്കീം എങ്ങനെയായിരിക്കും വരിക? എന്താണ് സ്കീം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക? ക്ലിയർ? അപ്പോൾ 3 പാർട്ടായിട്ടായിരിക്കും അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. ക്ലിയർ? ഓക്കെ, ഇതിൽ എന്താണ് സെക്ഷൻ എ? അപ്പോൾ അത് ഷോർട്ട് ആൻസർ ടൈപ്പ് carrying 2 marks each. കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് ആൻസർ ടൈപ്പ് questions carrying or required to answer in short answers, 1 or 2 sentences each. രണ്ടോ അല്ലേ, 1 2 3 സെൻറ്റൻസുകളിൽ ഉത്തരം എഴുതേണ്ട അല്ലേ, ഒരു പാരഗ്രാഫിൽ താഴെ ഉത്തരം എഴുതേണ്ട, 2 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട, അല്ലെങ്കിൽ 1 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2 മാർക്കും വീതമായിരിക്കും ഉണ്ടാവുക. 12 ക്വസ്റ്റ്യൻസ് തരും, 12 ക്വസ്റ്റ്യൻസ് തരും. ക്ലിയർ? നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒന്നുകിൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് പരമാവധി സീലിംഗ് ഉണ്ട്. ക്ലിയർ? നമുക്ക് 12 × 2 എത്ര വരിക? 12 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് 12ലും ഫുള്ള് കിട്ടിയ എത്ര കിട്ടും? 24 മാർക്ക് കിട്ടും. പക്ഷേ 24 മാർക്ക് തരില്ല. പകരം എത്ര തരുള്ളൂ? ദർ ഇസ് എ സീലിംഗ്. സീലിംഗ് എന്ന് പറയുന്നത് എന്താ? കട്ട് ഓഫ് നടത്തും. പരമാവധി 20 മാർക്കേ തരുള്ളൂ. ക്ലിയർ? അപ്പോൾ ഒരു കുട്ടിക്ക് നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറിയാം. 10 ക്വസ്റ്റ്യനും നന്നായിട്ട് അറിയാം. 10 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് അത്രയും മാർക്ക് കിട്ടും അല്ലേ, 20 മാർക്ക് കിട്ടും. പിന്നെ കൂടുതൽ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് വേറെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി, അടുത്ത പാർട്ടിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാൽ മതി. ക്ലിയർ? പക്ഷേ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അത്രത്തോളം 2 മാർക്ക് വീതം എല്ലാത്തിനും കിട്ടുന്ന ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യുക? 12 ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ 12 ക്വസ്റ്റ്യനിൽ എഴുതി അതിൽ 2 ക്വസ്റ്റ്യൻ്റെ മാർക്ക് കുറഞ്ഞു പോയി, ഓരോരോ മാർക്ക് വീതം കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 22 മാർക്ക് കിട്ടും. അപ്പോഴേ 20 കിട്ടും. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുവൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ പക്ഷേ നമ്മൾ ടൈം ബഡ്ജറ്റ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി സ്പീഡായിട്ട് എഴുതാൻ ശ്രമിക്കണം. ക്ലിയർ? അല്ലാത്ത കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, so next section is section B. Section B question carries paragraph or problem type questions. Clear? Problem solving വരുന്ന ക്ലിയർ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക. പാരഗ്രാഫിൽ നമുക്ക് എഴുതാം, ഒരു പേജിലോ അല്ലെങ്കിൽ 1.5 പേജിലോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ? ഓക്കെ, സോ ഇറ്റ് ക്യാരീസ് 5 മാർക്സ് ഈച്ച്. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വീതം? 5 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇങ്ങനെ 7 ക്വസ്റ്റ്യൻസ് തരും. ഫോർ എക്സാമ്പിൾ എല്ലാം നമ്മളിപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഒരു ഇംഗ്ലീഷിൻ്റെ കോമൺ കോഴ്സ് ആലോചിക്കുക, അതിൻ്റെ മാർക്ക് 60 മാർക്കിനാണ് പരീക്ഷ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്ന സമയത്ത് 5 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 7 5 35 നമുക്ക് പരമാവധി കിട്ടണമായിരുന്നു, പക്ഷെ കിട്ടില്ല. കാരണം എന്താ? ദർ ഇസ് എ സീലിംഗ് ഓഫ് 30 മാർക്ക്. പരമാവധി 30 തരുള്ളൂ. ഇല്ലേ? അപ്പം നല്ല കോൺഫിഡൻ്റ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്താൽ മതി? 6 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 6 × 5 30 മാർക്കായി. പക്ഷേ അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? 7 എണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് അല്ലേ അപ് ടു 30 വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന മാർക്ക് 30 വരെ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ കേസസിൽ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്തു, ഇവിടെ 1 ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ടൈം അതിനനുസരിച്ച് നമ്മൾക്ക് കുറയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത്. ഇപ്പോൾ എന്ത് ചെയ്യണം? അത്രയും സ്പീഡിൽ നമ്മൾ ആൻസർ ബാക്കിയുള്ളത് എഴുതി പോകണമെന്ന് മാത്രം, അല്ലെങ്കിൽ ടൈം ബഡ്ജറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, then section C question carries essay type questions. Clear? Having 10 marks each. 10 മാർക്ക് വീതമുള്ള ക്ലിയർ essay questions ആണ് ഇവിടെ വരുന്നത്. എത്ര essay question ഉണ്ടാവും? ഒരു essay question ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ തരും. ഇവിടെ ഒന്നും ചോയ്സ് തരില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ എന്തില്ല? ദർ ഇസ് നോ ചോയ്സ്. വേണമെങ്കിൽ എഴുതാം, ഉണ്ടെങ്കിൽ നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഇതാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ചോയ്സ് ആണ്. ഒന്നുകിൽ ഒന്നാമത്തെ എഴുതാം, അല്ലെങ്കിൽ രണ്ടാമത്തെ എഴുതാം. ക്ലിയർ? ആ രീതിയിൽ 1 out of 2 ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? ഇനി 2 എണ്ണം എഴുതിയെന്ന് വിചാരിക്കുക, 2 കൂടെ കൂട്ടിയിട്ട് തരുമോ? തരില്ല. പകരം എന്ത് ചെയ്യും? ഏതിലാണോ കൂടുതൽ മാർക്ക് അതിൻ്റെ മാർക്ക് എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു essay ആണോ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 2ഉം പകുതി എഴുതി. അപ്പോൾ എന്ത് ചെയ്യും? ഏത് essay എഴുതിയാലാണോ നമുക്ക് കൂടുതൽ മാർക്കുള്ളത് അതിൻ്റെ മാർക്ക് മാത്രമേ എടുക്കൂ. ക്ലിയർ? കൂട്ടി എടുക്കില്ല. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക്
ഓപ്റ്റ് ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, 10 മാർക്കാണ് ഒരു എസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ സാധാരണ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 300 വാക്ക് 400 വാക്കിലൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ 2 പേജ് ക്ലിയർ, 2 പേജ് അല്ലെങ്കിൽ 3 പേജൊക്കെ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരുന്നത്, 60 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടതും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ്. ക്ലിയർ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരിക. ഇവിടെയും 80 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടക്കുമ്പോൾ അവിടെ 3 തരത്തിലുള്ള സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. ക്ലിയർ. എന്താണ് സെക്ഷൻ എ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സെക്ഷൻ ബി എന്താ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സെക്ഷൻ സി എന്താ, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻ്റെ എണ്ണമൊക്കെ എന്തായിരിക്കും, കൂടുതലായിരിക്കും മാത്രം. ക്ലിയർ. സോ അണ്ടർ സെക്ഷൻ എ വി വിൽ ഹാവ് 15 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 15 × 2 നമുക്ക് 30 മാർക്സ് അല്ലേ വരാം. പക്ഷെ എത്രയേ കിട്ടുള്ളൂ, ദർ ഈസ് എ സീലിംഗ് ഓഫ് 25. ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ടു 25, 25ലേക്ക്. അപ്പോൾ 30 മാർക്ക് കിട്ടിയാൽ 25 എടുക്കുള്ളൂ. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആവശ്യമുള്ള 25 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിലോ മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. ക്ലിയർ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇനി അടുത്തത് സെക്ഷൻ ബി വരുമ്പോൾ പാരഗ്രാഫ് അല്ലെങ്കിൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. 5 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. 8 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. 5 × 8 എന്ന് പറയുമ്പോൾ 8 × 40, ദാറ്റ് ഈസ് 40 മാർക്ക്. 8 × 5 40 മാർക്കാണ് വരിക. പക്ഷേ ദർ ഇസ് എ സീലിംഗ് ഓഫ് 35. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനനുസരിച്ച് ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതുകൂടെ എഴുതിയിട്ട് നമുക്ക് 35 കിട്ടാവുന്ന രീതിയിൽ മാറും. അപ്പോൾ ഇവിടെയും ടൈം ബഡ്ജറ്റിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2.5 മണിക്കൂറാണ് ടൈം, അതിലേക്ക് ഇതിനെ ബഡ്ജറ്റ് ചെയ്യാം. ക്ലിയർ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് 2 എണ്ണം എഴുതാം. 4 ക്വസ്റ്റ്യൻസ് തരും. ക്ലിയർ. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ. സോ കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള ഒരു കേസാണ് ഇവിടെ വരുന്നത്. വി വിൽ ബി ഗിവൺ വിത്ത് 4 ടൈപ്പ് എസ് എ ക്വസ്റ്റ്യൻസ്. ക്ലിയർ. ആ 4 എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും 2 എണ്ണം കോൺഫിഡൻ്റ് ആയുള്ള 2 എണ്ണം എഴുതിയാൽ മതി. ക്ലിയർ. ഇനിയിപ്പോൾ 4 എണ്ണം എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള 2 എണ്ണത്തിൻ്റെ മാർക്കേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഇവാലുവേഷന് വേണ്ടി എടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 20 മാർക്ക് കിട്ടും. ക്ലിയർ. ഇങ്ങനെ 25 + 35 + 20 ഇങ്ങനെ 80 മാർക്ക് വരുന്നു. ക്ലിയർ. അപ്പോൾ നമ്മൾ ആകെ കിട്ടുന്ന നമ്മുടെ ടൈം 150 ആണ് അല്ലേ. 150 മിനിറ്റ്സ് ഉണ്ട്. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 150 മിനിറ്റ്സ്. ക്ലിയർ. ഈ 150 മിനിറ്റ്സിന് എന്ത് ചെയ്യണം, നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. സോ എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ നമുക്ക് ലഭിക്കുന്ന ആകെയുള്ള 150 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാം, ആദ്യത്തെ ഒരു 5 to 10 മിനിറ്റ്സ് വരെ, 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ക്ലിയർ. അതുപോലെ നമുക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടാവും അല്ലേ. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ ടീച്ചേഴ്സൊക്കെ ഹാളിൽ ഉണ്ടാവും. അവർ നമുക്ക് ആൻസർ ഷീറ്റൊക്കെ തരും. അതൊക്കെ നമുക്ക് ടൈമിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒക്കെ ഫില്ല് ചെയ്ത് വെക്കുക, കറക്റ്റാക്കി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ എന്ത് ചെയ്യുക, എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ്സ് ടൈം എടുക്കാം. അപ്പോഴും നമുക്ക് 145 മിനിറ്റ് ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുക. അത് ലാസ്റ്റിലൊരു 5 to 10 മിനിറ്റ്സ് നമുക്കതൊന്ന് വായിച്ച് നോക്കാനും ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് അങ്ങനെ പോയി. അവസാനത്തെ 10 മിനിറ്റ്സും ആദ്യത്തെ ഒരു 5 മിനിറ്റ്സും. ക്ലിയർ. അപ്പോൾ ബാക്കിയുള്ള സമയം അല്ലേ, അപ്പോൾ ഏകദേശം 2.25 മണിക്കൂറേ ഉള്ളൂ. ഈ 2.25 മണിക്കൂറിൽ വരുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബഡ്ജറ്റ് ചെയ്തിട്ട് ഓരോരോ ക്വസ്റ്റ്യനും എത്ര സമയം വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ക്ലിയർ. അപ്പോൾ 1 മാർക്ക് 2 മാർക്കിൻ്റെ എഴുതാൻ എത്ര വേണം. ക്ലിയർ. സോ ഡിവൈഡഡ് ബൈ 80 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 മാർക്കിന് എത്ര എഴുതാനുള്ള സമയം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 2 മാർക്കിൻ്റെ ആവുമ്പോൾ അതിനെ × 2 ചെയ്ത് ഈ രീതിയിൽ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനും എഴുതാനുള്ള സമയം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ബഡ്ജറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സാമിനേഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി. സോ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിലുള്ള പോയിന്റ്സ് ഗ്രേഡിംഗ് എങ്ങനെയാണ് വരിക എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ. സോ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം. സോ ആൻസർ സ്ക്രിപ്റ്റ്സ് വിൽ ബി ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് മാർക്സ്. നമ്മൾ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും ആൻസർ സ്ക്രിപ്റ്റ് ഒക്കെ വാല്യൂ ചെയ്യുക. ക്ലിയർ. എത്ര മാർക്ക് ആ രീതിയിൽ. ക്ലിയർ. അപ്പോൾ 2 മാർക്കിൻ്റെ അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലഭ്യമാവുന്ന മാർക്കുകളൊക്കെ ഒരു മാർക്ക് നമ്മൾ മാർക്ക് ഷീറ്റിൽ എഴുതും അല്ലേ. അതിന് സ്കോറിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് തന്നെ നമ്മളെ ഫേസിംഗ് ഷീറ്റായിട്ട് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ വരും. ക്ലിയർ. അപ്പോൾ അതിൽ അതൊക്കെ കോഡ് ചെയ്ത ശേഷം ടോട്ടൽ എടുത്ത് ടോട്ടൽ മാർക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ മാർക്സ് ഒബ്ടൈൻഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്രേഡ്സ്.
ഈ ടോട്ടൽ മാർക്കിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി മാറ്റുകയും ആ പെർസെൻറ്റേജിനെ അനുസരിച്ചിട്ട് നമ്മൾ ഗ്രേഡ് ആക്കി മാറ്റുകയും ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ മാർക്ക് obtained by student in the examination will be converted into percentage, and this percentage will be used for assigning grade. Okay, അപ്പോൾ ഗ്രേഡ് അസൈൻ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും. 10 point സ്കെയിലാണ് നമ്മൾ ഗ്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് ഈ 10 point സ്കെയിൽ? ആ 10 point സ്കെയിലാണ് താഴെ കൊടുത്തേക്കുന്നത്. ഗ്രേഡ്സ് എങ്ങനെയാണ്? ക്ലിയർ? ഓ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് അർത്ഥത്തിലാണ് കേട്ടോ. ഓ ഗ്രേഡ്, എ പ്ലസ്, എ, ബി പ്ലസ്, ബി, സി, പി, എഫ്, ഐ ആൻഡ് എ ബി, ദാറ്റ് ഈസ് ആബ്സെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ കോഡുകൾ വരിക. ഓക്കെ, ശരി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോഡിംഗ് എന്ന് നമുക്ക് പിന്നീട് താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? സോ 10 points ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം. അതിൽ ഓരോരോ പോയിന്റ് നമുക്കായിട്ട് നോക്കാം അതെങ്ങനെയാണ് വരിക. ക്ലിയർ? അപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് നമ്മൾ ആകെ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കിൻ്റെ 95% എബവ് ഉണ്ടെങ്കിൽ, 95% അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ഓ ഗ്രേഡ്. ഓ ഗ്രേഡ് സ്റ്റാൻഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ്. ക്ലിയർ? സോ അതിന് 10 നമ്മുടെ ഗ്രേഡ് പോയിന്റ് വരുമ്പോൾ 10 ഗ്രേഡ് പോയിന്റ് ആണ് കിട്ടുക. ഫുൾ ഔട്ട് ഓഫ് ഫുൾ അല്ലെ, 10 out of 10. ഓക്കെ, സാധാരണ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 9.5 മുതൽ ക്ലിയർ 10 വരെ ആയിരിക്കും വരിക. അപ്പോൾ 95% വരുമ്പോൾ 9.5 തൊട്ട് 10 വരെ വരുന്ന ഗ്രേഡൊക്കെ ഒരേ റേഞ്ചിലായിരിക്കും വരിക. ഗ്രേഡ് റേഞ്ച് ആയിട്ടായിരിക്കും വരിക. ക്ലിയർ? അതിനൊക്കെ നമ്മൾ ഓ എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? നമ്മളിവിടെ അതിൻ്റെ ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ വരിക. ഓക്കെ, അതുപോലെ തന്നെ 85% കൂടുതലുണ്ട്, പക്ഷേ 95% കുറവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രേഡ് എന്തായിരിക്കും? എ പ്ലസ് ആയിരിക്കും. അതിന് എക്സലൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? 9 ആയിരിക്കും അതിൻ്റെ ഗ്രേഡ് പോയിന്റ് ആവറേജ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? 85 to 90 അല്ലേ ആയതുകൊണ്ട്, 94 ആയതുകൊണ്ട് 8.5 നമ്മുടെ റേഞ്ച് ഗ്രേഡ് ടു 9.49 അങ്ങനെ വരുന്നതാണ് അത്. ക്ലിയർ? അതും ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്നെയാണ് അറിയപ്പെടുക. ക്ലിയർ? 75% കൂടുതലും 85% കുറവും വരികയാണെങ്കിൽ അല്ലേ, അപ്പോൾ നമ്മൾ അതിന് എ ഗ്രേഡ് എന്ന് പറയും. വെരി ഗുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? 8 ആണ് അതിൻ്റെ ഗ്രേഡ് പോയിന്റ്. 7.5 to 8.49 വരെയുള്ള കുട്ടികളൊക്കെ ഇതിൽ വരും. ക്ലിയർ? ഇത്രയും വരുന്ന കുട്ടികൾ, അതായത് 75% മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സിൽ എന്തായിരിക്കും ക്ലാസ് ആയിട്ട് രേഖപ്പെടുത്തുക? ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും രേഖപ്പെടുത്തുക. ക്ലിയർ? ഇനി നമുക്ക് താഴേക്ക് വരാം. ഇനി 75% കുറവാണ്, പക്ഷേ 65% ഉണ്ട്, അല്ലെങ്കിൽ 65%ത്തേക്കാളും കൂടുതലാണ്. സോ 65% to 75% വരികയാണെങ്കിൽ നമുക്ക് ബി പ്ലസ് എന്ന് പറഞ്ഞ ഗ്രേഡ് വരും. ക്ലിയർ? അപ്പോൾ ഗ്രേഡ് ബി പ്ലസ് ആണ്, അതിനെ ഗുഡ് എന്നാണ് പറയുക. ക്ലിയർ? 7 ആയിരിക്കും അതിൻ്റെ ഗ്രേഡ് പോയിന്റ്. ക്ലിയർ? 6.5 to 7.49. ഓക്കെ, ഇതാണ് വരിക. അതിന് നമ്മൾ അതിൻ്റെ ക്ലാസ് ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് പറയുക. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് 55%-ലേക്കാളും കൂടുതലും 65%-ന് കുറവും വരികയാണെങ്കിൽ അതിനെ ബി ആയിട്ട് പറയുന്നു. സാറ്റിസ്ഫാക്ടറി എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? ബി ഗ്രേഡ് മീൻസ് സാറ്റിസ്ഫാക്ടറി. ക്ലിയർ? ദെൻ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ ഗ്രേഡ് പോയിന്റിൻ്റെ റേഞ്ച് എങ്ങനെ ഉണ്ടാവും അല്ലേ? 55% ആയതുകൊണ്ട് 5.5 മുതൽ 6.49 വരുന്നതൊക്കെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അറിയപ്പെടും. ക്ലിയർ? ബി ഗ്രേഡിൽ വരും. ദെൻ ഇനി 45%-നും 45%-നും 55%-നും ഇടയിലാണ് വരുന്നതെങ്കിൽ ക്ലിയർ നമ്മുടെ ഗ്രേഡ് സി ആയിരിക്കും. ആവറേജ് എന്നാണ് അതിന് പറയുക. 5 ആണ് അതിൻ്റെ ഗ്രേഡ് പോയിന്റ്. ക്ലിയർ? അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4.5 to 5.49 ആയിരിക്കും. സെക്കൻഡ് ക്ലാസ് ആണ് അത് വരുന്നത്. ക്ലിയർ? സോ ആവറേജ് പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ആയിരിക്കും അതിൽ വരുന്ന ക്ലാസ്സസ്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് 35%. 35%-നേക്കാളും കൂടുതലാണ്, പക്ഷേ 45% വരെ ഉള്ളൂ. അപ്പോൾ 35 to 45% വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് പറയും? പി എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ആയിരിക്കും കൊടുക്കുക. പി കേട്ടോ. ABCD അല്ല കൊടുക്കുക, പിന്നെന്താണ്? പി ആണ് കൊടുക്കുക. പി സ്റ്റാൻഡ്സ് ഫോർ പാസ്. ജസ്റ്റ് പാസ് എന്ന് പറയില്ലേ, അപ്പോൾ ആ രീതിയിൽ പാസ് മാർക്ക് എന്നുള്ള രീതിയിൽ പാസ് എന്നാണ് കൊടുക്കുക. അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 4 ആണ്. അതിൻ്റെ റേഞ്ച് 3.5 to 4.49. അപ്പോൾ അത്രയും റേഞ്ചിൽ വരുന്ന കുട്ടികളൊക്കെ നമ്മൾ ഈ ഗ്രേഡിലായിരിക്കും, പി എന്ന് പറയുന്ന ഗ്രേഡിലായിരിക്കും വരിക. തേർഡ് ക്ലാസ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ക്ലിയർ, ജസ്റ്റ് പാസ് എന്നുള്ള അർത്ഥം. ദെൻ ബിലോ 35 എന്ന് വരുമ്പോൾ അല്ലേ 35% മാർക്കിൽ കുറഞ്ഞ എന്തായിരിക്കും സംഭവിക്കുക നമുക്കറിയാം അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണത്, ദാറ്റ് ഈസ് ഫെയിലാണ്. ഓക്കെ, അപ്പോൾ 35%ലേക്കാളും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്, ഫെയിലാണ്. അപ്പോൾ ഫെയിൽ ഉള്ളതിന് വേണ്ടി നമ്മൾ F എന്നുള്ള ഗ്രേഡാണ് കൊടുക്കുക. ക്ലിയർ, അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എന്തായിരിക്കും, 4 കഴിഞ്ഞാൽ താഴേക്ക് 3 കൊടുക്കോ, ഇല്ല, കാരണം എന്താ ഫെയിൽ അല്ലേ, അപ്പോൾ നമ്മൾ 0 ആയിരിക്കും കൊടുക്കുക. ക്ലിയർ, അപ്പോൾ 0 വരുന്നു. ഓക്കെ, ഫെയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചില കുട്ടികൾ ചിലപ്പോൾ ഫെയിൽ നമുക്ക് പറയാനും പറ്റില്ല. ക്ലിയർ, അതുപോലെ തന്നെ അവർ എക്സാമിനേഷൻ നേരെ ചെയ്തിട്ടുണ്ട്, ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന കുട്ടികളുടെ മാർക്കിൽ ഗ്രേഡ് കാർഡിൽ അത് കാണിക്കാൻ വേണ്ടി I എന്ന് പറയുന്ന ഒരു ലെറ്റർ ഗ്രേഡാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കോഴ്സസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇടയിൽ നിർത്തിപ്പോയിട്ടുള്ള കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടി I എന്നുള്ള ഒരു നമ്മൾ ലെറ്റർ ഗ്രേഡാണ് കൊടുക്കുക. അതിനും 0 ആണ്, അതും ഫെയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേ, അതുപോലെ ചില കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടേ ഉണ്ടാവില്ല അല്ലേ, അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആബ്സെൻ്റ് AB എന്നുള്ളതിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക, ലെറ്റർ ഗ്രേഡായിട്ട് വരിക. ആബ്സെൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫെയിൽ തന്നെയാണ്. ക്ലിയർ, ഇതാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം. ക്ലിയർ, 10 പോയിൻറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം. ക്ലിയർ, അപ്പോൾ എന്തൊക്കെയാണ് 10 പോയിൻറ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്ന ലെറ്റർ ഗ്രേഡുകൾ അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം എന്താണ് അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് എങ്ങനെയാണ് വരിക, അതിൻ്റെ ഗ്രേഡിൻ്റെ റേഞ്ച് എങ്ങനെയാണ് വരിക, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ, ഇതിൻ്റെ PPTയുടെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, അതിലേക്ക് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ദെൻ SGPA. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ ഇവിടെ വരുന്നത്, ഒന്ന് സെമിസ്റ്റർ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള കൊമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയും. ക്ലിയർ, ഇത് ഓരോ സെമിസ്റ്ററിലും നമുക്ക് 5 കോഴ്സസ് ഉള്ള ഒരു സെമിസ്റ്റർ, ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇപ്പോൾ 5 കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ, ഈ 5 കോഴ്സിൻ്റെയും മാർക്കൊക്കെ കിട്ടും. ഓരോ കോഴ്സസിനും എന്തുണ്ടാവും, ഇൻറ്റേർണൽ ഉണ്ടാവും, എക്സ്റ്റേർണൽ ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ കിട്ടിയിരിക്കുന്ന മാർക്കിനെ ക്ലിയർ നമ്മുടെ ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രെഡിറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് കിട്ടും, പോയിന്റ്സ് കിട്ടും. അതിന് അതേപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, മാർക്കിൻ്റെ എടുത്തുകൊണ്ട് ക്ലിയർ ഒരു കോഴ്സ്, ആ കോഴ്സിന് കിട്ടിയിരിക്കുന്ന നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നോക്കിയിട്ട് അതിനെ ലെറ്റർ ഗ്രേഡ് ആക്കും. ആ ലെറ്റർ ഗ്രേഡിനെ നമ്മൾ ഗ്രേഡ് പോയിന്റ് ആക്കിയിട്ട് മാറ്റുന്നു. ആ ഗ്രേഡ് പോയിന്റിനെ ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ക്രെഡിറ്റഡ് ഗ്രേഡ് പോയിന്റ് കിട്ടും. ഈ ക്രെഡിറ്റഡ് ഗ്രേഡ് പോയിന്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കോഴ്സസ് ഉണ്ടെങ്കിൽ 5 കോഴ്സസിനെ ആഡ് ചെയ്യുന്നു. 1 2 3 4 5 ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് ക്രെഡിറ്റഡ് ഗ്രേഡ് പോയിന്റ് കിട്ടും. ഈ ഗ്രേഡ് പോയിന്റിനെ ടോട്ടലിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മേഷൻ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു ഗ്രേഡ് പോയിന്റിനെ പറയുന്ന പേരാണ് സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്, SGPA എന്നാണ് പറയുക. ക്ലിയർ, അപ്പോൾ അതുകൊണ്ട് ഒരു സെമിസ്റ്ററിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാർക്ക്, നമ്മുടെ പെർഫോമൻസ്, ഇതൊക്കെ വിലയിരുത്തുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ SGPAയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ, സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് കൂടുന്തോറും ആ കുട്ടികൾക്ക് ബാക്കിയുള്ള കോഴ്സസിനൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ SGPAയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വിലയിരുത്തുക. ക്ലിയർ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ അല്ലേ, ഒരു സെമിസ്റ്ററിൽ ഫസ്റ്റ് സെമിസ്റ്റർ എഴുതി അതിൽ ഒരു പേപ്പർ പോയി അല്ലെങ്കിൽ ഒരു കോഴ്സ് ഫെയിലായി, SGPA വരുമോ, വരില്ല. ക്ലിയർ, സോ SGPAയുടെ കോളത്തിൽ ബ്ലാങ്ക് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ SGPA കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ, അതുവരെ SGPA ഉണ്ടാവില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ, സാധാരണ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻറ്റേർണലും എക്സ്റ്റേർണലും കൂടെ ചേർത്ത് കിട്ടുന്ന മാർക്കിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നു. ആ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ ഗ്രേഡ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ലെറ്റർ ഗ്രേഡിനൊക്കെ ഓരോരോ ഗ്രേഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഗ്രേഡ് പോയിന്റ് എടുക്കും. അതിനെ നമ്മൾ ക്രെഡിറ്റ് ഉണ്ടാവും, ഓരോ കോഴ്സിനെയും ക്രെഡിറ്റ് ഉണ്ടാവും. ഇതിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ, നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്റർ ഗ്രേഡിനെ നമ്മുടെ ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്രെഡിറ്റഡ് ഗ്രേഡ് പോയിന്റ് കിട്ടും. അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അതാണ് ഇവിടെ 1 2 3 എന്നൊക്കെ പറഞ്ഞു. ക്ലിയർ, ഇതാണ് ഇവിടെ ഫോർമുല കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ദി ക്രെഡിറ്റ് പോയിന്റ്സ് ഓഫ് ഓൾ കോഴ്സസ് ഇൻ എ സെമിസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ ദാറ്റ് സെമിസ്റ്റർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് എ വാല്യൂ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 32 15 36 ക്ലിയർ, 21 12 26 20 ഇങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഡിവൈഡ് ബൈ 21 ക്രെഡിറ്റ് ആണ് ആകെ ഉള്ളത്. അപ്പോൾ 136 ഡിവൈഡ് ബൈ 21 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ വി വിൽ ഗെറ്റ് എ വാല്യൂ. ക്ലിയർ, ദാറ്റ് ഈസ് എത്രയാണ് അത് വരുന്നത്, സോ 6 പോയിന്റ്, SGPA വിൽ ബി 6.476. ക്ലിയർ, അപ്പോൾ 3 ഡെസിമലായിരിക്കും അത് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പെർസെൻറ്റേജിലാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 6 പോയിന്റ് അല്ലേ കിട്ടിയിരിക്കുന്ന
476 ഡിവൈഡ് ബൈ 10 ആണ് പരമാവധി. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 64.76% കിട്ടും. അപ്പോൾ നമ്മൾ സെമിസ്റ്ററിൽ എത്ര മാർക്ക് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 64.76. ക്ലിയർ? അപ്പോൾ ഒരു സെമിസ്റ്ററിൽ ആകെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലേ? 7 എന്നുള്ളൊരു ആവറേജ് കിട്ടി. 10 ആണ് നമ്മുടെ പരമാവധി. അപ്പോൾ 7 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 70. അപ്പോൾ 70% ആണ് നമ്മുടെ സെമിസ്റ്റർ മാർക്ക്. ക്ലിയർ? ഇങ്ങനെ സെമിസ്റ്ററുടെ മാർക്കിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് SGPA, സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. ഓക്കെ, ഇത് ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും സെമിസ്റ്ററിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് നമ്മുടെ ഗ്രേഡ് കാർഡിൽ സെമിസ്റ്റർ റിസൾട്ടിൻ്റെ കാർഡിൽ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് ലഭ്യമാവും. ക്ലിയർ? അടുത്ത് വരുന്നത് CGPA ആണ്. CGPA നമ്മൾ പറഞ്ഞു അല്ലേ, കമ്പൈൻഡ് ആയിട്ടുള്ള എല്ലാ സെമിസ്റ്ററിനെയും കൂടെ ചേർത്തിട്ട് വരുന്ന കുമുലേറ്റീവ് ആയിട്ടുള്ള ഗ്രേഡ് പോയിന്റ് ആവറേജിനെയാണ് കമ്പൈൻഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറയാം. എൻ്റെ ഫോമിൽ എന്താ, ടോട്ടൽ ക്രെഡിറ്റ്സ് പോയിന്റ്സ് obtained in 6 semesters divided by total credits acquired. ടോട്ടൽ ക്രെഡിറ്റ്സ് നമുക്കറിയാം, നമ്മൾ 120 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതിനെ ഓരോ സെമിസ്റ്ററിലും കിട്ടിയിരുന്ന ക്രെഡിറ്റ് പോയിന്റ്. ക്ലിയർ? സോ നേരത്തെ പറഞ്ഞ 136 എന്ന് പറഞ്ഞു അല്ലേ, ഇതാണ് ടോട്ടൽ ക്രെഡിറ്റ് പോയിന്റ്. അതേപോലെ ഓരോ സെമിസ്റ്ററിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എല്ലാം കിട്ടുന്ന 6 സെമിസ്റ്ററിൻ്റെയും ക്രെഡിറ്റ് പോയിന്റ്സ് ആഡ് ചെയ്ത് ടോട്ടൽ ക്രെഡിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ക്ലിയർ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 136, 145, ക്ലിയർ, 161, 148, 131, 141. ഇതൊക്കെ 6 സെമിസ്റ്ററിൻ്റെ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്, 120. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 862 ഡിവൈഡ് ബൈ 120 കിട്ടി. ദാറ്റ് ഈസ് 7.183. എൻ്റെ അർത്ഥം എന്താ, ദാറ്റ് ഈസ് 71.83% എന്നർത്ഥം. ക്ലിയർ? 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, ഡിവൈഡ് ബൈ 10, പരമാവധി 10 ആണ്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ BCom, BA, BSc ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഒരു കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് കിട്ടും, ഗ്രേഡ് കാർഡ് കിട്ടും. ആ ഗ്രേഡ് കാർഡിൽ CGPA മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ CGPA എന്താണ് കുറിക്കുന്നത്, നമ്മുടെ BCom കഴിഞ്ഞാൽ BComൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ BAയുടെ റിസൾട്ടാണ്, അല്ലെങ്കിൽ BScയുടെ റിസൾട്ടാണ്. ക്ലിയർ? സോ CGPA 7.183 പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ BCom പ്രോഗ്രാം അല്ലെങ്കിൽ BSc പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം നമുക്ക് 71.83% പാസ്സായി. ഇങ്ങനെയാണ് നമ്മൾ CGPA പറയുന്നത്. ക്ലിയർ? SGPA സെമിസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. CGPA നമ്മുടെ പ്രോഗ്രാം എല്ലാ സെമിസ്റ്ററും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടാണ്. ക്ലിയർ? പാസ് കണ്ടീഷനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ക്ലിയർ? സോ വാട്ട് ഈസ് പാസ് കണ്ടീഷൻ? സോ an aggregate of P grade after external and internal put together is required in each course for a pass and also awarding a degree. Clear? അപ്പോൾ നമുക്ക് ഡിഗ്രി കിട്ടുന്നതിനും ഓരോരോ കോഴ്സ് പാസ്സാവുന്നതിനും മിനിമം വേണ്ട ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. P ഗ്രേഡ് കിട്ടണം. എന്ത് ഗ്രേഡാണ് കിട്ടേണ്ടത്? P ഗ്രേഡ്. മിനിമം ഓഫ് P ഗ്രേഡ്. P എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രേഡാണ്? പാസ് ഗ്രേഡ്. പാസ് ഗ്രേഡിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ നോക്കി അല്ലേ, നേരത്തെ നോക്കിയതാണ്. എന്താണത്? 35% to 45%. ക്ലിയർ? 35% മുതൽ 45% വരെ വരുന്ന ഇടയിൽ വരുന്നതൊക്കെ എന്താണ്? P ഗ്രേഡാണ്. അപ്പോൾ എത്രയുണ്ട്? 35 മിനിമം. അപ്പോൾ 35% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ ഈ 35% മാർക്ക് കണക്കാക്കുക ഇന്റേണൽ മാർക്കിൻ്റെയും എക്സ്റ്റേണൽ മാർക്കിൻ്റെയും ടോട്ടൽ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പുട്ട് ടുഗദർ. ക്ലിയർ? നമ്മൾ 35 മാർക്ക് വേണം. ഓക്കെ, പക്ഷേ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? മിനിമം ഓഫ് 20% മാർക്സ് ഇൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഈസ് റിക്വയർഡ് ഫോർ പാസ് ഇൻ ഈച്ച് കോഴ്സ്. ഓരോ കോഴ്സും പാസ്സാവാൻ ക്ലിയർ മിനിമം എക്സ്റ്റേണൽ എക്സാമിനേഷന് തിയറി പേപ്പർ നമ്മൾ എഴുതുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 20% മാർക്ക് കിട്ടണം. ആകെ മാർക്കിൻ്റെ 20% കിട്ടണം. ക്ലിയർ? സോ മിനിമം ഓഫ് 20%. അപ്പോൾ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെന്ന് വിചാരിക്കുക. മിനിമം നമുക്ക് എത്ര കിട്ടണം? 20 മാർക്ക് എക്സ്റ്റേണൽ വാങ്ങിക്കണം. 15 മാർക്ക് നമുക്ക് ഇൻറ്റേണൽ കിട്ടിയാൽ നമ്മൾ പാസ്സായി. ക്ലിയർ? ഈ രീതിയിലാണ് വരിക. അപ്പോൾ മിനിമം ഇനി ഒരു കുട്ടിക്ക് 20 മാർക്ക് ഇൻറ്റേണൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ 15 മാർക്ക് എക്സ്റ്റേണലിലുള്ളൂ. അപ്പോൾ ആ കുട്ടി എന്താവും? അപ്പോഴും 35 മാർക്കുണ്ട്, പക്ഷെ പാസ്സാവില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് മിനിമം എക്സ്റ്റേണൽ മാർക്കില്ല. അപ്പോൾ എക്സാമിനേഷൻ എഴുതുന്നത് 20% കുറയാത്ത രീതിയിൽ വാങ്ങിക്കണം. അപ്പോൾ 20% കുറയാത്ത എക്സ്റ്റേണൽ മാർക്കാണ് വേറൊരു കണ്ടീഷൻ. ക്ലിയർ? അപ്പോൾ ബാക്കിയുള്ളത് ഇൻറ്റേണലും കൂടി ചേർക്കുമ്പോൾ പാസ്സാവുകയാണെങ്കിൽ പാസ്സാവും. ക്ലിയർ? ബട്ട് നോ സെപ്പറേറ്റ് പാസ് minimum is needed in internal evaluation.
ക്ലിയർ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്തില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള മിനിമം ഒന്നും ഇല്ല. ക്ലിയർ. സോ ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞു പോയി, അതുകൊണ്ട് തോറ്റുപോയില്ല. ക്ലിയർ. അപ്പോൾ ദർ ഇസ് നോ സെപ്പറേറ്റ് പാസ് മിനിമം ക്ലിയർ റിക്വയർഡ് ഫോർ ഇൻറ്റേർണൽ ഇവാലുവേഷൻ. ഇപ്പോൾ ഇൻറ്റേർണൽ 0 ആയി, പക്ഷേ പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് എഴുതി, ക്ലിയർ, മാർക്ക് കിട്ടി, 80 മാർക്കിൽ 60 മാർക്ക് വാങ്ങിച്ചു, യു വിൽ ബി പാസ്. ക്ലിയർ. അങ്ങനെയും ചെയ്യാം. പക്ഷേ വേറെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ, നമുക്കിവിടെ കോളേജിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു പ്രവണത തീരെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു മിനിമം, ഇൻറ്റേർണലിൻ്റെ മിനിമം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ എ സ്റ്റുഡൻറ്റ് ഹു ഫെയിൽസ് in a course is permitted to write the examination along with the next batch. Clear. ഒരു കുട്ടി ഏതെങ്കിലും ഒരു കോഴ്സിൽ ഫെയിലായി എന്ന് വിചാരിക്കുക, അടുത്ത ബാച്ച് വരുമ്പോൾ അവരോടൊപ്പം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലിമെൻ്ററി എഴുതാം. ഫെയിൽ ആയതുകൊണ്ട് സപ്ലിമെൻ്ററി ആണ് വരിക, സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതണം. ക്ലിയർ. ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് പോയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വർഷത്തെ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റുഡൻസ് വരുമ്പോൾ അവരുടെ പരീക്ഷ നടക്കുമ്പോൾ കൂടെ എഴുതാം. ക്ലിയർ. അങ്ങനെ പറ്റില്ല, അല്ലാതെ ഇടയിൽ പരീക്ഷ നടത്തില്ല. ക്ലിയർ. അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത്. ദെൻ after the successful completion of the semester, SGPA of the student in that semester is calculated. ഇങ്ങനെ ഓരോരോ കോഴ്സ് നമ്മൾ ചെയ്ത ശേഷം പാസ്സായ ശേഷം അല്ലേ. സോ ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ സെമിസ്റ്റർ, ഒരു സെമിസ്റ്റർ എല്ലാ കോഴ്സും നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ആ സെമിസ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ക്ലിയർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, SGPA വിൽ ബി കാൽക്കുലേറ്റ്. ഏതെങ്കിലും ഒരു കോഴ്സ് പോയിട്ടുണ്ടെങ്കിലോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ SGPA കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ. So for a successful completion of a semester, a student should pass all courses. എല്ലാ കോഴ്സും പാസ്സായെങ്കിൽ മാത്രമേ ആ സെമിസ്റ്റർ പാസ്സായി എന്ന് നമ്മൾ പറയാറുള്ളൂ. A student is permitted to move to the next semester even if he or she fails in a semester. Clear. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഈസ് പെർമിറ്റഡ് ടു മൂവ് ടു എ നെക്സ്റ്റ് സെമിസ്റ്റർ ഈവൻ ഇഫ് ഷീ ഫെയിൽ. ക്ലിയർ. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഫസ്റ്റ് സെമിസ്റ്റർ നമ്മൾ പരീക്ഷ എഴുതി, ഒരു കോഴ്സ് ഫെയിലായി, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ തന്നെ വീണ്ടും പഠിക്കണം വേണ്ട. ക്ലിയർ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെമിസ്റ്ററിലേക്ക് പോവാം. പക്ഷേ അടുത്ത വർഷം ജൂനിയർ ബാച്ച് വരുമ്പോൾ അവരോടൊപ്പം എന്ത് ചെയ്യണം, സപ്ലിമെൻ്ററി പരീക്ഷ എഴുതണം. ക്ലിയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യേണ്ട, റീറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. ഒരു സെമിസ്റ്റർ പോയെന്ന് വെച്ചാൽ ആ സെമിസ്റ്റർ തന്നെ റീറ്റെയിൻ ചെയ്യില്ല. പക്ഷേ അറ്റൻഡൻസ് ഇല്ലെങ്കിലോ റീറ്റെയിൻ ചെയ്യും. ക്ലിയർ. 50% കുറവ് അറ്റൻഡൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ റീ അഡ്മിഷൻ എടുത്ത് നമുക്ക് വീണ്ടും അതേ സെമിസ്റ്ററിന് അതേ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും. ക്ലിയർ. ഇനി ഫെയിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നീട് എഴുതിയാൽ മതി. നമ്മൾ അടുത്ത സെമിസ്റ്ററിലേക്ക്, സെക്കൻഡ് സെമിസ്റ്റർ തന്നെ വരുമ്പോൾ സെക്കൻഡിലേക്ക് പോകാം, തേർഡ് സെമിസ്റ്റർ വരുമ്പോൾ തേർഡ് സെമിസ്റ്ററിലേക്ക് പോകാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ക്ലിയർ. ഓക്കെ. സോ ദീസ് ആർ ഓൾ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് റിലേറ്റഡ് ടു പാസ് കണ്ടീഷൻസ്. ഓക്കെ. ഇനി പ്രോജക്റ്റ് ഇവാലുവേഷനും മറ്റുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. ക്ലിയർ.